ആണവായുധം ഉപേക്ഷിക്കില്ലെന്ന് ഇറാൻ ആവർത്തിച്ചു. ഇറാന് നേരെ പരിമിതമായ ആക്രമണം ഉണ്ടാകും എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതിനോട് പ്രതികരിക്കുകയായിരുന്നു ഇറാൻ്റെ പ്രസിഡന്റ്. പരിമിതം എന്നോ രൂക്ഷം എന്നോ പരാമർശങ്ങളൊന്നും തങ്ങളുടെ രാജ്യത്തെ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് തങ്ങൾ കണക്കാക്കുന്നില്ല. രാജ്യത്തിന് നേരെ ഏത് തരത്തിലുള്ള ആക്രമണം ഏത് കോണിൽ നിന്ന് വന്നാലും അതിനെ തിരിച്ചടിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും തങ്ങളുടെ ബാധ്യതയും കടമയുമാണ്. രാജ്യസംരക്ഷണം തീർച്ചയായിട്ടും തങ്ങൾ ചെയ്യുക തന്നെ ചെയ്യും. അമേരിക്കയും ഇസ്രായേലും എല്ലാ കാലത്തും തങ്ങളുടെ കടുത്ത ശത്രു തന്നെയാണ്. ആ രീതിയിലാണ് ഈ ഇറാൻ എന്ന രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് ശേഷം നടന്നു വന്നിരിക്കുന്ന സംഭവങ്ങളെല്ലാം. തങ്ങളെ ഇല്ലാതാക്കാനും ഉപരോധം ഏർപ്പെടുത്തിയും മറ്റു ലോക രാജ്യത്തോട് തങ്ങൾക്കെതിരെ നുണപ്രചാരണം നടത്തിയും ഒറ്റപ്പെടുത്താനുള്ള ശ്രമം പതിറ്റാണ്ടുകളായി അമേരിക്ക തുടരുന്നു. തങ്ങൾ അതിനൊക്കെ നിയന്ത്രണങ്ങൾ വെക്കുകയും അവരെ നിയന്ത്രിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്രയേറെ ഉപരോധം 979 ശേഷം ഇസ്ലാമിക വിപ്ലവം നടന്ന കാലത്തിന് ശേഷം ഇത്രയും കാലം അമേരിക്കയുടെ ഉപരോധത്താൽ പൊറുതിമുട്ടിയ ഒരു രാജ്യം തന്നെയാണ്. ഇവിടെ സാമ്പത്തിക തകർച്ചയും തൊഴിലില്ലായ്മയും അടക്കമുള്ള ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാക്കിയത് അമേരിക്കയാണ്. അതിന് പുറമെ 5 പ്രാവശ്യമെങ്കിലും രാജ്യത്തിനകത്ത് പ്രക്ഷോഭ സമരം നടത്താൻ അമേരിക്ക ആഹ്വാനം ചെയ്യുകയും അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ചാരസംഘങ്ങൾ അതിന് നേതൃത്വം നൽകുകയും ചെയ്തിട്ടുണ്ട്. മൊസാദിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള രാജ്യങ്ങളിലൊന്നായി ഇറാനെയാണ് അവർ തിരഞ്ഞെടുത്തത്. കാര്യമെന്ന് പറഞ്ഞാൽ ഇവിടെ മാത്രമേ ഇസ്രായേലിനെയും അമേരിക്കയും നേർക്കുനേരെ എതിർക്കുന്ന രാജ്യമുള്ളൂ. അതുകൊണ്ട് എല്ലാ കാലത്തും അവരുടെ കണ്ണിലെ കരടാണ്, ശത്രുവിനെ പോലെ തന്നെയാണ് കരുതുന്നത്. ഇപ്പോഴത്തെ അമേരിക്കയുടെ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് വിലയിരുത്തിക്കൊണ്ട് അദ്ദേഹം പറയുന്നു, സുപ്രീം കോടതി പോലും ഒറ്റപ്പെടുത്തിയിരിക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ. ഏകാധിപതിയെപ്പോലെയാണ് പെരുമാറുന്നത്. ജനാധിപത്യമായ രീതിയിൽ തിരഞ്ഞെടുപ്പ് നടത്തുന്നു, അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്നു, പ്രസിഡൻഷ്യൽ സ്ഥാനം ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഏകാധിപതിയെ പോലെ പെരുമാറുന്നു. പല അമേരിക്കൻ പ്രസിഡന്റുമാരുടെയും സ്വഭാവം അങ്ങനെയാണ്. ട്രംപിൻ്റേത് കുറച്ചുകൂടി കാഠിന്യമാണ് എന്ന് മാത്രം. അപ്പോൾ ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞത് സ്വന്തമായ രീതിയിൽ തീരുമാനമെടുക്കാൻ വേണ്ടി അമേരിക്കയുടെ ഭരണഘടന പോലും അംഗീകരിക്കുന്നില്ല. ഇഷ്ടം പോലെ അവർ നികുതി ഏർപ്പെടുത്തുന്നു. എങ്ങനെയാണോ തോന്നുന്നത് ആ രീതിയിൽ ശത്രുതാ രീതിയിൽ രാജ്യങ്ങളോട് പെരുമാറുന്നു. എല്ലാ രാജ്യത്തിനകത്തും ആഭ്യന്തര പ്രശ്നം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു. ഇറാൻ അടക്കമുള്ള രാജ്യങ്ങൾ എതിർക്കുകയാണെങ്കിൽ അവരുടെ ഭരണകൂടത്തെ തന്നെ ഇല്ലാതാക്കി പുതിയ ഭരണ സംവിധാനം സൃഷ്ടിക്കാൻ അവർ താല്പര്യപ്പെടുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. രാജ്യത്തിനകത്ത് ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് അവർക്ക് ആയുധം നൽകി സർക്കാരിനെതിരെ യുദ്ധം ചെയ്യാനും ആഹ്വാനം ചെയ്യുന്നു. ഇത്തരം ഏറ്റവും നെറുകെട്ട പ്രവർത്തനമാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുൻപ് പ്രസിഡൻ്റായിരുന്ന സമയത്താണ് കാസിം സുലൈമാനി എന്ന ഞങ്ങളുടെ സൈനിക കമാൻഡറെ ബാഗ്ദാദിൽ വെച്ച് അമേരിക്ക കൊലപ്പെടുത്തുന്നത്. അത് ഇസ്രായേലും അതിന് കൂട്ടുനിന്നു എന്നല്ലാതെ അതിൻ്റെ പ്രവർത്തനങ്ങൾ മുഴുവനും അത്രയും ചെയ്തത് ഇപ്പോഴത്തെ ഡൊണാൾഡ് ട്രംപ് തന്നെയാണ്. നേരിട്ട് കൊണ്ട് കാസിം സുലൈമാനെ വധിക്കുന്നത് തനിക്ക് കാണണമെന്ന് ഏറ്റവും ക്രൂരമായിരിക്കുന്ന ഭാഷയിൽ ലോകത്തോട് സംസാരിച്ച പ്രസിഡൻ്റെ പേരാണ് ഡൊണാൾഡ് ട്രംപ്. അതുകൊണ്ട് തന്നെ ഇതൊന്നും അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുന്ന കാര്യമല്ല. തങ്ങളുടെ രാജ്യം സുരക്ഷിതമാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. തങ്ങൾ ഈ ഒരു ഭാഗത്തെയോ ഒരു മേഖലയോ കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രമായിരിക്കില്ല തിരിച്ചടി നൽകുക. സർവ്വ മേഖലയും കേന്ദ്രീകരിച്ചുകൊണ്ട് ശക്തമായിരിക്കുന്ന തിരിച്ചടിയായിരിക്കും ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. അത് അമേരിക്കയുടെ പടക്കപ്പലുകൾ എവിടെയൊക്കെ ഉണ്ടോ ആ ലക്ഷ്യം കണ്ടുകൊണ്ട് തങ്ങളുടെ സൈനികർ തയ്യാറായിട്ട് നിൽക്കുകയാണ് ആക്രമിച്ചാൽ തിരിച്ചടിക്കാൻ വേണ്ടി. അതിന് വല്ലാതെ സമയങ്ങളൊന്നും കാത്തിരിക്കില്ലെന്നും അദ്ദേഹം തുടർന്നു. ഒരു അമേരിക്കൻ കപ്പലിൽ ഇത് അവസാനിക്കില്ല, തങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കുന്നതാണ്. മുൻപ് ആക്രമിച്ച പരിചയവും അതിൻ്റെ സാങ്കേതിക മികവും തങ്ങൾക്കുണ്ട്. എത്രത്തോളം ശക്തമാണ് ഇസ്രായേലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഞങ്ങളുടെ മിസൈലിന് കീഴടങ്ങാൻ മാത്രമേ ആ രാജ്യത്തിന് ശക്തിയുള്ളൂ എന്ന് ലോകത്ത് ഞങ്ങൾ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. 12 ദിവസത്തെ യുദ്ധം അതിന് ഞങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചതാണ്. പിന്നീട് അമേരിക്കയ്ക്ക് ഇറാനെതിരെ നിലപാട് സ്വീകരിക്കുന്ന രാജ്യങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ആ രാജ്യത്ത് തങ്ങൾക്ക് നേരെ അക്രമം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ചടി ഉണ്ടാവും. അറേബ്യൻ രാജ്യങ്ങൾക്ക് പല ഘട്ടങ്ങളെ തങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ എയർബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാന് നേരെ അക്രമം ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ ആ രാജ്യത്തിന് നേരെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് അതിശക്തമായിരിക്കും തിരിച്ചടി ഉണ്ടാവും. അത് മാരകമായിരിക്കും. തീക്കൂമ്പാരം അടങ്ങാത്ത രീതിയിലുള്ള ആക്രമ പരമ്പരയുടെ പെരുമയ
നിങ്ങളുടെ ദേശത്ത് പെയ്തിറങ്ങും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി മാത്രമേ ഇറാനുമേൽ കൈ തൊടാൻ പറ്റൂ എന്നൊരു വാണിംഗ് തന്നെ അറബ് രാജ്യങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജോർദാൻ്റെ തീരം ചേർന്നുകൊണ്ടും ജോർദാൻ്റെ അതിർത്തി ചേർന്നുകൊണ്ടും വലിയ രീതിയിലുള്ള യുദ്ധപ്പടയും സംവിധാനങ്ങളും ഒരുക്കുന്നതായിരിക്കുന്ന വിവരം വന്നു. ജോർദാനാവുന്ന സമയത്ത് ഇസ്രായേലിൻ്റെ അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അവർ ഈ പ്രവർത്തനം നടത്തുന്നത്. അപ്പോൾ ഇസ്രായേലിൽ നിന്ന് വേണമെങ്കിൽ ജോർദാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹായിക്കുന്ന രീതിയിൽ അവരുടെ അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാന കാര്യങ്ങളൊന്നുമില്ല. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ജോർദാൻ അവരെ ഇഷ്ടമുള്ള രാജ്യമാണ്. മാത്രമല്ല വലിയ രീതിയിലുള്ള നയതന്ത്ര ബന്ധത്തിനപ്പുറം സൗഹൃദ ബിസിനസ് ബന്ധം കൂടി ഭരണാധികാരികളും അമേരിക്കയും തമ്മിലുണ്ട്. ഇതെല്ലാം ഉപയോഗപ്പെടുത്തുന്ന തരത്തിലായിരിക്കും ആക്രമണം ജോർദാൻ്റെ ഭാഗത്തു കൊണ്ട് ഉണ്ടാവുക എന്ന റിപ്പോർട്ട് പുറത്തു വന്നു. അപ്പോൾ കുറച്ചുകൂടി ചേർന്ന് നിൽക്കുന്ന രാജ്യം അമേരിക്ക അല്ലേ? അങ്ങനെയാണെങ്കിൽ അമേരിക്കയിൽ നിന്നല്ല ആക്രമണം വേണ്ടത്, ഇറാഖല്ലേ, ഇറാഖിൽ നിന്നല്ലേ ആക്രമണം വേണ്ടത് എന്നൊരു അഭിപ്രായം ചോദിച്ചിട്ടുണ്ട് ജോർജ് ബുഷിനോട്. പക്ഷേ അതിന് കൃത്യമായ രീതിയിലുള്ള മറുപടി ഒന്നും പുറത്ത് വന്നിട്ടില്ല. എന്നാൽ ഈ അമേരിക്കയുടെ ന്യൂയോർക്ക് ടൈംസ് പുറത്തിറക്കിയ റിപ്പോർട്ടിൻ്റെ അകത്ത് പറയുന്നു, ഇത് ഇറാഖ് അത്ര അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിതമുള്ള രാജ്യമല്ല. കാര്യം അവിടെ വലിയ വിഭാഗം ഷിയാക്കളാണ്. ഷിയാക്കൾ ഇറാനുമായിട്ട് വലിയ സൗഹൃദത്വം ബന്ധമുള്ളവരാണ്. മാത്രമല്ല അവിടുത്തെ ഭരണകൂടം തന്നെ അമേരിക്കക്കെതിരെ പല രീതിയിലും നിലപാടുകൾ പറഞ്ഞിട്ടുണ്ട്. രാജ്യത്ത് പുറത്തു പോകണം എന്ന് പോലും അവർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവരുമായിട്ട് ഒരു സൗഹൃദ ബന്ധം നിലവിൽ ഇല്ല എന്നതിനാൽ ഏറ്റവും നല്ലത് ജോർദാനാണ്. ജോർദാനാകുന്ന സമയത്ത് അവർക്ക് ഇഷ്ടപ്പെട്ട ഭൂമിയായിട്ടാണ് കണക്കാക്കുന്നത്. മാത്രമല്ല ഇറാഖിനെ കുറിച്ച് പറയുന്ന കാര്യം, ഇറാഖിലുള്ള അമേരിക്കയുടെ എയർബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് പലതവണ ഇറാനിൽ നിന്ന് ആക്രമണം നടന്നിട്ടുണ്ട് എന്നതിനാൽ ഒരു തരത്തിലും സുരക്ഷിതമായിരിക്കുന്ന ഒരു ഇടമായിട്ടോ അവിടെ നിന്ന് ഇറാൻ ആക്രമിക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പത്തിൽ സാധിക്കുമെന്നോ അമേരിക്ക കണക്കുകൂട്ടുന്നില്ല. 1400 കിലോമീറ്റർ ദൂരമാണ് ജോർദാനിൽ നിന്ന് ഇറാനിലേക്കുള്ള ദൂരം. 2 രാജ്യങ്ങൾ കടന്ന്, അതായത് ജോർദാൻ കഴിഞ്ഞാൽ പിന്നെ സിറിയ കടക്കണം, ഇറാഖ് കടക്കണം, എന്നിട്ട് വേണം ഇറാനിലേക്ക് എത്താൻ. അത്ര ദൂരപരിധിയിൽ നിന്ന് ആക്രമിക്കാൻ പോലും തയ്യാറാകുന്നത് ഇറാഖ് സുരക്ഷിതമല്ല എന്ന ബോധ്യം അമേരിക്കക്ക് ഉണ്ടായതുകൊണ്ടാണ് എന്നുകൂടി വിലയിരുത്തപ്പെടുകയാണ്. അപ്പോൾ സാഹചര്യങ്ങൾ ഇപ്പോഴത്തെ അവസ്ഥകളെക്കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് ഏത് തരത്തിൽ യുദ്ധം ആരംഭിക്കണം എന്ന കാര്യത്തിൽ ഇപ്പോഴും ഏകാഭിപ്രായം ഉണ്ടായിട്ടില്ല. കാര്യം ഏറ്റവും അടുത്ത കക്ഷിയായിരിക്കുന്ന ബ്രിട്ടൻ പോലും അമേരിക്കയുടെ നിലപാടിനെ എതിർക്കുന്നു എന്ന് മാത്രമല്ല, തങ്ങളുടെ എയർബേസ് ഇറാനെ ആക്രമിക്കാൻ വേണ്ടി വിട്ടു നൽകില്ലെന്ന് ആദ്യമായിട്ട് പറയുകയും ചെയ്തു. ഒന്നാം ലോക യുദ്ധത്തിന് ശേഷം പിന്നീട് അമേരിക്കയും ബ്രിട്ടനും തമ്മിൽ വലിയ സൗഹൃദമാണ്. രണ്ടാം ലോക യുദ്ധത്തിൽ വലിയ ആധിപത്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് സാധിച്ചതോടുകൂടി ബ്രിട്ടൻ അവിടെ നിന്ന് അങ്ങോട്ട് വലിയ സഖ്യ കക്ഷികളെ പോലെ തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന രീതിയാണ് കാണാൻ വേണ്ടി സാധിച്ചത്. ഇറാഖ് യുദ്ധത്തിലൊക്കെ അത് പ്രകടമാണ്. യഥാർത്ഥ ഇറാഖ് യുദ്ധത്തിൻ്റെ തലതൊട്ടപ്പനായി നിന്നത് അന്നത്തെ ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രിയായിരിക്കുന്ന ടോണി ബ്ലെയറാണ്. ടോണി ബ്ലെയർ പറഞ്ഞത് ഇങ്ങനെയാണ്, അവിടെ നിരോധിത ആയുധങ്ങളുണ്ട്, അത് സമൂഹത്തിന് വലിയ വിഷയങ്ങളുണ്ടാകും, വിനാശകരമായിരിക്കുന്ന ആയുധം നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് തങ്ങൾ ആ രാജ്യത്ത് ഇടപെടുന്നതെന്ന് പറഞ്ഞു. 33ഓളം രാജ്യങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് യുദ്ധം ചെയ്തു. ആ രാജ്യം അരിച്ച് പെറുക്കിയിട്ട് പോലും അത്തരം നിരോധിതമായിരിക്കുന്ന ഒരു ആയുധത്തെ കണ്ടെത്താൻ വേണ്ടി സാധിക്കാതെ വന്നപ്പോൾ ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രി ടോണി ബ്ലെയർ ലോകത്തോട് അന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം, ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്നുള്ളതാണ്. തെറ്റുപറ്റി ഐ ആം സോറി എന്നൊക്കെ പറയുന്ന സമയത്ത് എന്തായിട്ടുണ്ട്? 10,000-കണക്കിന് ആളുകൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഭരണകൂടം അട്ടിമറിച്ചിട്ടുണ്ട്, സദാം ഹുസൈൻ എന്ന ഭരണാധികാരി തൂക്കിലേറ്റിട്ടുണ്ട്, സാമ്പത്തിക തകർച്ച ഉണ്ടായിട്ടുണ്ട്, ഈ പെട്രോളിയങ്ങൾ ഈ കൊള്ളസംഘത്തെ പോലെ അമേരിക്ക ഊറ്റിക്കൊണ്ടുപോയിട്ടുണ്ട്. നാശങ്ങളും നഷ്ടങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടിൻ്റെയും ഒരു കഥ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ചരിത്രം തന്നെയാണ് ഇറാഖുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇതെല്ലാം ഉണ്ടാക്കി വെച്ചത് അമേരിക്കയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് അത്തരം രാജ്യങ്ങൾ ഞങ്ങൾക്ക് പറ്റിയ തെറ്റുകൾ വീണ്ടും ആവർത്തിക്കാതിരിക്കാനൊക്കെ ആയിരിക്കാം ബ്രിട്ടൻ ഇപ്പോൾ അമേരിക്കക്ക് തങ്ങളുടെ എയർബേസ് വിട്ടു നൽകില്ല എന്ന് പറഞ്ഞത്. അങ്ങനെ ലോകത്തെ ഏതെങ്കിലും രാജ്യങ്ങൾ ഇറാനെതിരെ ആക്രമിക്കാൻ വേണ്ടി ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട്. ലോകാടിസ്ഥാനത്തിൽ അമേരിക്ക ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് ഈ അവിടുത്തെ സുപ്രീം കോടതി പോലെ എതിർത്ത് പറഞ്ഞു, UN സഭ എതിർത്തു. UN സഭയിൽ പോലും ഇറാൻ ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള യാതൊരു സംവിധാന കാര്യങ്ങളും ഉണ്ടായിട്ട് പോലുമില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒറ്റപ്പെട്ടു പോകുന്ന ഒരു രീതിയാണുള്ളത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്റ്റാൻഡ് വളരെ കൃത്യതയോടുകൂടി പറഞ്ഞു, തങ്ങളെ തൊട്ടാൽ തങ്ങൾ തീക്കൂമ്പാരം സൃഷ്ടിക്കും എന്ന് തന്നെ